ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ആദ്യത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ഈ ഒരു യൂണിറ്റിൽ ആദ്യമായി പറയുന്നത് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അക്വിസിഷൻ ആൻഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റെടുക്കലും പഠനവും. ഹാവ് യു എവർ ആസ്ക്ഡ് യുവർ സെൽഫ് ഹൗ യു ലേൺ യുവർ മദർ ടങ്? നിങ്ങളുടെ മാതൃഭാഷ എങ്ങനെ പഠിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഹാവ് യു ഒബ്സർവ്ഡ് ചിൽഡ്രൻ 2-4 years of age learning to speak their mother tongue? 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ അവരുടെ മാതൃഭാഷ സംസാരിക്കാൻ പഠിക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? If you have watched closely, you must have seen them listening to what is happening around while feeding with a toy or while the mother coaxes them to eat food. നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളിപ്പാട്ടവുമായി കളിക്കുമ്പോഴോ അമ്മ ഭക്ഷണം കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുമ്പോഴോ അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കണം. Children growing up in homes listen to those older than them attempting to speak to them, and often they try to imitate what they hear. വീടുകളിൽ വളരുന്ന കുട്ടികൾ തങ്ങളെക്കാൾ പ്രായമുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുന്നു. പലപ്പോഴും അവർ കേൾക്കുന്നത് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. They also hear not just their parents converse in the mother tongue, but also siblings, relatives, and perhaps neighbors too. മാതൃഭാഷയിൽ മാത്രമല്ല സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഒരുപക്ഷെ അയൽക്കാർ എന്നിവരും സംസാരിക്കുന്നത് അവർ കേൾക്കുന്നുണ്ട്. They daily listen to words and phrases with which they can easily associate. അവർക്ക് എളുപ്പത്തിൽ സഹവസിക്കാൻ കഴിയുന്ന വാക്കുകളും ശൈലികളും അവർ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. For instance, words such as milk, cat, crow, or phrases such as wash your hands, brush the teeth, etc. On hearing them continuously, quite unconsciously, the child begins to store them in their memory and recall them when they see it or when the time comes. ഉദാഹരണത്തിന് പാൽ, പൂച്ച, കാക്ക തുടങ്ങിയ പദങ്ങൾ അല്ലെങ്കിൽ കൈ കഴുകുക, പല്ല് തേക്കുക തുടങ്ങിയ പദങ്ങൾ തുടർച്ചയായി കേൾക്കുമ്പോൾ തികച്ചും അബോധാവസ്ഥയിൽ കുട്ടി അവ ഓർമ്മയിൽ സൂക്ഷിക്കാൻ തുടങ്ങുകയും കാണുമ്പോൾ അവ ഓർമ്മിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സമയം വരുമ്പോൾ what has happened here is that they have stored or acquired snatches of words and phrases. ഇവിടെ സംഭവിച്ചത് അവർ വാക്കുകളുടെയും വാക്യങ്ങളുടെയും തട്ടിപ്പുകൾ സംഭരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തു എന്നതാണ്. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുമ്പോൾ that is to say, unlike conscious learning, when the teacher in the classroom teaches a new word from the textbook, the child has successfully acquired it. അതായത് ബോധപൂർവമായ പഠനം പോലെയല്ല ക്ലാസ് മുറിയിലെ അധ്യാപകൻ പാഠപുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ വാക്ക് പഠിപ്പിക്കുമ്പോൾ കുട്ടി അത് വിജയകരമായി നേടിയിരിക്കുന്നു. So acquisition is the learning of something in an unconscious way, but learning is a highly conscious process. അതിനാൽ അബോധാവസ്ഥയിൽ എന്തെങ്കിലും പഠിക്കുന്നതാണ് ഏറ്റെടുക്കൽ, എന്നാൽ പഠനം വളരെ ബോധപൂർവമായ ഒരു പ്രക്രിയയാണ്. As per as definition, acquisition learning refers to the process one uses for developing native languages. ഒരു നിർവചനമനുസരിച്ച് acquisition learning എന്നത് മാതൃഭാഷകൾ വികസിപ്പിക്കുന്നതിന് ഒരാൾ ഉപയോഗിക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. This is a learning through absorption happening in the early years in one's home environment. ഇത് ആഗിരണത്തിലൂടെയുള്ള പഠനമാണ്. ആദ്യ വർഷങ്ങളിൽ ഒരാളുടെ വീട്ടുപരിസരത്ത് ഇത് നടക്കുന്നു. Acquisition takes place subconsciously in situations where speakers communicate naturally. സ്പീക്കറുകൾ സ്വാഭാവികമായി ആശയവിനിമയം നടത്തുന്ന സന്ദർഭങ്ങളിൽ അബോധാവസ്ഥയിലാണ് ഏറ്റെടുക്കൽ നടക്കുന്നത്. The typical instances are ones in which young children pick up a language by listening when adults are communicating. മുതിർന്നവർ ആശയവിനിമയം നടത്തുമ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഭാഷ എടുക്കുന്ന സംഭവങ്ങളാണ് സാധാരണ സംഭവങ്ങൾ.
While acquiring a language, the language learner subconsciously processes the target language based on feelings. ഒരു ഭാഷ സ്വീകരിക്കുമ്പോൾ ഭാഷാ പഠിതാവ് വികാരങ്ങളെ അടിസ്ഥാനമാക്കി ലക്ഷ്യഭാഷയെ ഉപബോധ മനസ്സോടെ പ്രോസസ്സ് ചെയ്യുന്നു. Learning, on the other hand, is knowledge acquired by systematic study and the modification of behavior through practice, training or experience. മറുവശത്ത് പഠനം എന്നത് ചിട്ടയായ പഠനത്തിലൂടെയും അതല്ലെങ്കിൽ പരിശീലനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ പെരുമാറ്റം പരിഷ്കരിക്കുന്നതിലൂടെയും നേടിയ അറിവാണ്. When learners learn a language, they are aware that they are processing the target language through formal instruction and rule learning. Learning a language is a conscious process where we focus on linguistic forms. പഠിക്കുന്നവർ ഒരു ഭാഷ പഠിക്കുക ഔപചാരിക നിർദ്ദേശങ്ങളിലൂടെയും റൂൾ ലേണിങ്ങിലൂടെയും ടാർഗറ്റ് ഭാഷ പ്രോസസ്സ് ചെയ്യുന്നതായി അവർക്ക് അറിയാം. ഒരു ഭാഷ പഠിക്കുന്നത് ഭാഷാപരമായ രൂപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ബോധപൂർവമായ പ്രക്രിയയാണ്. Through acquisition and learning are associated, they are different. During acquisition, the learner seldom focuses on the form and greater attention is given to the text. It is mostly subconscious. Language learning, on the other hand, happens more consciously and is often the result of formal teaching. ഏറ്റെടുക്കലും പഠനവും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അവ വ്യത്യസ്തമാണ്. ഏറ്റെടുക്കൽ സമയത്ത് പഠിതാവ് അപൂർവമായി ഫോമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വാചകത്തിന് കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. ഇത് മിക്കവാറും ഉപബോധ മനസ്സാണ്. മറുവശത്ത് ഭാഷാപഠനം കൂടുതൽ ബോധപൂർവം നടക്കുന്നു. ഇത് പലപ്പോഴും ഔപചാരിക അധ്യാപനത്തിൻ്റെ ഫലമാണ്. ഇത്രയുമാണ് ഈ ഒരു അക്വിസിഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.